വട്ടിയൂർക്കാവിലെ ബി.ജെ.പി സ്ഥാനാർത്ഥി ആർ ശ്രീലേഖയുടെ തിരഞ്ഞെടുപ്പ് കൺവെൻഷനിടെ നാടകീയ സംഭവങ്ങൾ. കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത കേന്ദ്രമന്ത്രി എസ് ജയശങ്കർ സ്ഥാനാർത്ഥിയുടെ പേര് പറയാത്തതോടെ ശ്രീലേഖ പിണങ്ങി ഓഡിറ്റോറിയത്തിന് പുറത്തേക്കിറങ്ങി. വേദിയിൽ പ്രസംഗിക്കുന്നതിനിടെയാണ് രാജീവ് ചന്ദ്രശേഖർ ശ്രീലേഖ എഴുന്നേറ്റു പോയെന്ന് അറിഞ്ഞത്. ഈ മീറ്റിംഗ് നമ്മളുടെ ഏറെ ബഹുമാനായ ശ്രീലേഖാജിന്റെ ഒരു ക്യാമ്പയിൻ മീറ്റിംഗ് ആണ്. അദ്ദേഹത്തിന്റെ സപ്പോർട്ട്, അദ്ദേഹത്തിന്റെ പേരിൽ ഞാൻ ശ്രീലേഖാജിക്ക് സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ബി.ജെ.പി പ്രവർത്തകർ ഏറെ നേരം സംസാരിച്ച് അനുനയിപ്പിച്ചാണ് ശ്രീലേഖയെ തിരികെ വേദിയിൽ എത്തിച്ചത്. ശ്രീലേഖ സ്വന്തം പ്രചാരണ വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോയതിന്റെ ദൃശ്യം ന്യൂസ് മലയാളത്തിന് ലഭിച്ചു. VS അനു ചേരുന്നു വിവരങ്ങളുമായി. അനു, പ്രചാരണ ഇനി നാളെ മാത്രമാണ് പരസ്യപ്രചാരണത്തിനൊരു സമയമുള്ളത്. ആ സമയത്ത് ശ്രീലേഖ ബി.ജെ.പി ക്യാമ്പിൽ ഇത്തരത്തിൽ നാടകീയ സംഭവങ്ങളൊക്കെ അരങ്ങേറുകയാണ്. വളരെ കൗതുകത്തോടെ മാത്രമേ ഇതിനെയൊക്കെ കാണാൻ കഴിയുള്ളൂ. വിവരങ്ങൾ ഷാവലി, ഇന്ന് രാവിലെ തിരുവനന്തപുരത്തെ മസ്കറ്റ് ഹോട്ടലിലാണ് ഈ തരത്തിലുള്ള പരിപാടി. അതായത് കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ന് വട്ടിയൂർക്കാവിലെ പ്രമുഖ വ്യക്തിത്വങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി. അദ്ദേഹം നേരിട്ടെത്തും എന്ന് നിശ്ചയിച്ചിരുന്ന പരിപാടിയായിരുന്നു. പക്ഷേ അത് ഇന്ന് നടന്നില്ല. അദ്ദേഹത്തിന് കേന്ദ്രത്തിലെ ചില പ്രത്യേക തിരക്കുകൾ കാരണം അദ്ദേഹത്തിന് വരാൻ വേണ്ടി കഴിഞ്ഞില്ല. അദ്ദേഹം ഓൺലൈനായിട്ടാണ് ഈ മീറ്റിംഗിൽ പങ്കെടുത്തത്. വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ, അതായത് ആർ ശ്രീലേഖയ്ക്ക് വേണ്ടി നടത്തിയൊരു പരിപാടിയായിരുന്നു ഇത്. പക്ഷേ ഈ പരിപാടിയിൽ ജയശങ്കർ അദ്ദേഹം പ്രസംഗിക്കുന്ന സമയത്ത് ആർ ശ്രീലേഖയുടെ പേര് പരാമർശിക്കാതെ രാജീവ് ചന്ദ്രശേഖരനെ വിജയിപ്പിക്കണം, അദ്ദേഹം വലിയ വ്യക്തിത്വമാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ ജയശങ്കർ പറഞ്ഞു. ശ്രീലേഖയുടെ പേരോ വട്ടിയൂർക്കാവ് മണ്ഡലത്തിന്റെയോ പേരോ ജയശങ്കർ പ്രസംഗത്തിന്റെ ഒരു ഭാഗത്തും പറഞ്ഞതുമില്ല. ആ സമയത്ത് തന്നെ ഈ തരത്തിൽ ശ്രീലേഖ വലിയ അസ്വസ്ഥതയായിരുന്നു. അതിനുശേഷം ജയശങ്കർ പ്രസംഗം കഴിഞ്ഞ് ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖർ സംസാരിക്കുന്നതിനിടയിൽ ആണ് ഈ ശ്രീലേഖ ഇറങ്ങിപ്പോയത്. ഈ പ്രസംഗിച്ചുകൊണ്ടിരുന്ന രാജീവ് ചന്ദ്രശേഖർ ഇക്കാര്യം അറിഞ്ഞതുമില്ല. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഇത് ആർ ശ്രീലേഖയുടെ പരിപാടിയാണ്, അതുകൊണ്ട് ആർ ശ്രീലേഖ നിങ്ങൾ വിജയിപ്പിക്കണം എന്ന് പറഞ്ഞ് നോക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ആർ ശ്രീലേഖ ഈ പരിപാടി വാക്കൗട്ട് ചെയ്ത് ഇറങ്ങിപ്പോയ കാര്യം തിരിച്ചറിയുന്നത്. ഈ സമയത്ത് പുറത്ത് ബി.ജെ.പി നേതാക്കൾ ആർ ശ്രീലേഖയുമായി വലിയ തരത്തിൽ അനുനയിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ബി.ജെ.പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ സോമന്റെ നേതൃത്വത്തിൽ നേതാക്കൾ പല തവണ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടാണ് അവരെ തിരികെ എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞത്. ആ സമയത്ത് ആർ ശ്രീലേഖ പറയുന്നത്, ഇത് നേമത്തെ ആളുകളാണ്, പ്രമുഖ വ്യക്തികൾ എന്ന് പറഞ്ഞ് കൊണ്ടുവന്നത് നേമത്തെ ആളുകളാണ്, എൻ്റെ പേര് പരാമർശിക്കുന്നില്ല, എനിക്ക് ഈ സമയം ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ മണ്ഡലത്തിലെ ആളുകളോട്, വോട്ടർമാരോട് വോട്ടഭ്യർത്ഥിക്കാൻ വേണ്ടി കഴിയുമായിരുന്നു, എന്തിനാണ് ഞാനിവിടെ നിൽക്കുന്നത് എന്ന് പറഞ്ഞ് അത് അവർ ശ്രീലേഖ ഡ്രൈവറോട് വണ്ടി എടുക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ഈ സമയത്താണ്